Hi dears, Nishi's Kitchen Vlogsിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ബട്ടർസ്കോച്ച് പുഡിംഗ്. ഇത് ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. അതിന് ആദ്യം അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇടാം. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഉരുകി കാരമലൈസ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടാവും ഇതിങ്ങനെ കാരമലൈസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് സ്പൂൺ ബട്ടർ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയാവുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ഈ ബട്ടർ പേപ്പറിന്റെ അടിയിൽ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്ന് നിരത്തി കൊടുക്കാം. ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ എടുക്കാൻ കിട്ടും. ഇതാ ഇത് പൊട്ടിക്കാം കൈ കൊണ്ട്. അതിനുശേഷം ഇത് മിക്സിയിൽ തെരുതെരിപ്പായി പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ അടച്ചു വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന കല്ലെടുത്ത് ഇതിന്റെ മേലെ വെച്ച് ചതച്ചെടുത്താലും മതി. ഇതാ ഇതിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ട്. ഇതാ ഇങ്ങനെ തരതരപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. ഇനി വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടാം. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പം കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് നേരത്തെ പാലും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇതിന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും. കുറച്ച് സമയം ഇളക്കുമ്പോൾ അരിഞ്ഞു വരും. അതിങ്ങനെ കട്ടയായിട്ടുണ്ട്. അത് തീ കുറച്ച് സമയം ഇളക്കുമ്പോൾ അരിഞ്ഞു വരും. ഇപ്പം ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര അരിഞ്ഞ് ഇതിന്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ അലിയാൻ ബാക്കിയുണ്ട്. ഇത് കുറച്ച് സമയം ഇളക്കുമ്പോൾ അതെല്ലാം അലിയും. തീ കുറച്ച് വെച്ച് ചെയ്യാം. ഇപ്പോൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ഇതിൽ മിക്സായി ഇതിപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത് പൊടിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലിടാം. പകുതി ഇടാം. ഏകദേശം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം.
ഇതിനി പുഡിംഗ് സെറ്റ് ചെയ്യേണ്ട ട്രേയിലേക്ക് ഒഴിക്കാം. ഇതിനി ചൂടാറുമ്പോൾ ഫ്രീസറിൽ അരമണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ കാരമലൈസ് ചെയ്ത് പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് വിതറി കൊടുക്കാം. ഇതിനി ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മളെ ബട്ടർ സ്കോച്ച് പുഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ഇത് ഞാനിപ്പം വേഗം ആവാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചത്. താഴത്തെ തട്ടിൽ വെച്ചാലും ആവും. താഴത്തട്ടിൽ വെക്കുന്നെങ്കിൽ ഒരു 2 മണിക്കൂർ വെക്കാം. ഇതിൻ്റെ മേലെ കാരമലൈസ് ചെയ്ത് പൊടിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് ഒന്നും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി നോക്കാം. ഇതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ച് തിരിച്ച് പിടിച്ച് കമഴ്ത്താം. ഇതിൻ്റെ മേലെയും കൂടെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് കാരമലൈസ് ചെയ്ത് പൊടിച്ചത് വിതറി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ബട്ടർ സ്കോച്ച് പുഡിംഗ് റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതിന് മുറിച്ച് നോക്കാം. ഇതാ കണ്ടോ, ഇതാ കണ്ടോ, നല്ല അടിപൊളി ടെക്സ്ചർ ആയിട്ടുണ്ട്.